ये है सेकुलर लोग जिन्होंने अभी हमसे माइक छीना और माइक छीन के कह रहे हैं मुसलमानों के लिए कुछ मत बोलो। ये हिंदू हैं, ये हिंदू हैं, ये कह रहे हैं मुसलमानों के लिए। अरे नहीं, मंदिर में नहीं होता, मंदिर से ही समझाया जाता है। उनके मस्जिद से समझा सकते हैं, उनके मस्जिद से समझा सकते हैं, तुम्हारे मंदिर से नहीं समझाएंगे हैं? तुम लोग कैसे माइक छीन रहे हो यहाँ पे कि मुसलमानों के लिए कुछ ना बोलो? मुसलमान तुम्हारे भाई बंदी लगते होंगे, हमारे कुछ नहीं लगते, ठीक है? मुसलमान तुम लोगों के लगते होंगे, हमारे कुछ नहीं है। हम मुसलमान के लिए खुल के बोलेंगे। नहीं, ये डर खुल के बोलो। माइक छीन दिया इन भैया ने हमारा कि मंदिर में कुछ नहीं बोलोगे आप लोग। ये है, अभी इन्होंने 250 पुराना पेड़ काट दिया पीपल का, किसी से परमिशन नहीं ली। 250 साल पुराना, 12 साल की लड़कियों के साथ लेबरा तब कहा थे, हम थे, हमें पता कैसे होता है। अब हमारे भैया के सामने इन्होंने हमारा माइक छीना, कह रहे मुसलमानों के लिए आपने कुछ नहीं बोल रहा। ये मंदिर हो गए, मंदिर के नाम पे वो है बस। राहुल നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മേഖലയിൽ വ്യാപകമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ വീഡിയോയിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് കയ്യടി ലഭിക്കുമ്പോൾ മറുഭാഗത്ത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ പച്ചത്തെറി വിളിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതും ഉത്തരാഖണ്ഡ് പോലെയുള്ള ഒരു സ്ഥലത്തെ ഡെറാഡൂണിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഭാരവാഹികൾ തൻ്റെ ഇടത്തോട് കൂടിയിട്ട് നട്ടൽ നിവർത്തിയിട്ട് വർഗീയത വിളിച്ചു പറഞ്ഞ തീവ്ര ഹിന്ദുത്വവാദികളുടെ കൈകളിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഇവിടെ വർഗീയത സംസാരിക്കാൻ പാടില്ല, ക്ഷേത്ര പരിസരത്ത് നിങ്ങളുടെ ഈ കപട രാഷ്ട്രീയം വേണ്ട എന്ന് വിളിച്ചു പറയാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഇന്നത്തെ കാലത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തെന്നിന്ത്യയിലെ കഥയല്ല, ഉത്തരേന്ത്യയിൽ അത് പറയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അത് പറയാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവരെന്തും ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയുകയും അവരുടെ വിദ്വേഷം വിതക്കുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ശക്തമായി തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ക്ഷേത്ര ഭാരവാഹികളുണ്ടല്ലോ, അവരാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ സംരക്ഷകർ. അവരാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പച്ചയായ സംരക്ഷകർ. അവരെ പോലെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്നും ഈ വർഗീയതയുടെ താളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സംരക്ഷണ വലയിൽ നിൽക്കുന്നുള്ളത്. അവരെ പോലെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ്. എത്ര തന്റേനത്തോടു കൂടിയിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞത്? എന്താണ് ഇവര് പ്രസംഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായിട്ട്, മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല മറിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ഈ പരിപാടി. ഈ ഉത്തരാഖണ്ഡിലുള്ള ഈ ആക്രമണ സംഭവങ്ങൾ, അവിടെ ഒരു 14കാരിയെ കാണാതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരാഖണ്ഡിൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിരവധി ഇടങ്ങളിൽ ആക്രമണം അടിച്ചുവിടുകയാണ്. കാണുന്നവരെയും ഓടിപ്പിടിച്ചിട്ട് അടിക്കുന്ന ഒരവസ്ഥ അവിടെ വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള സ്റ്റേജിലേക്ക് ഉത്തരാഖണ്ഡ് കടന്നു പോവുകയാണ്. അതിന് കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, രാധാ സെംവാൽ ധോണി എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ. ഈ രാധാ സെംവാൽ ധോണി അവിടെയുള്ള ക്രിസ്ത്യാനികളെയൊക്കെ പരസ്യമായിട്ട് അടിക്കുന്ന വീഡിയോകളൊക്കെ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതായത് പരസ്യമായിട്ട് അവരെയൊക്കെ ദ്രോഹിക്കുകയും അവരെയൊക്കെ വിചാരണ ചെയ്യുകയും ചെയ്യുന്ന, വാളൊക്കെ പിടിച്ചിട്ട് തന്നെയാണ് ഇവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വരാറ് ഈ രാധാ സെംവാൽ ധോണിയുടെ. അപ്പൊ ഈ രാധാ സെംവാൽ ധോണിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉത്തരാഖണ്ഡിൽ വ്യാപകമായി, ഉത്തരകാശി മേഖലയിലുള്ള പലയിടങ്ങളിലും ഇവര് വ്യാപകമായിട്ടുള്ള വർഗീയത പ്രചരിപ്പിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ അവരാകാനാണ് സാധ്യത. ആ ശബ്ദം കേട്ടിട്ട് രാധാ സെംവാൽ ധോണിയുടെ ശബ്ദം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ് ഇവർ അവിടെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വ്യാപകമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഇവരെ കാണുകയും ഇവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കേണ്ട എന്നുള്ള താക്കീത് കൊടുക്കും. ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇമാതിരി തോന്നിവാസം കളിക്കരുത് എന്നുള്ള താക്കീത് കൊടുക്കും. പക്ഷെ ഈ താക്കീത് ഈ പറയപ്പെടുന്ന വർഗീയവാദികൾ കേൾക്കുന്നില്ല. ഇതവർ തുടർന്ന സമയത്ത് ഭാരവാഹികൾ മൈക്ക് അങ്ങ് പിടിച്ചു വാങ്ങും. മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവരോട് പറയുന്നത് ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് ഈ ടീം
ഈ പറയപ്പെടുന്ന വർഗീയവാദികൾ ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ആരോപണം ഉയർത്തുകയാണ്. അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടാകാം, നിങ്ങൾക്ക് അവരുമായിട്ട് കൂട്ടുണ്ടാകാം, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരായിരിക്കാം, നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് അവരോട് ഇഷ്ടം ഉണ്ടായിരിക്കാം. നിങ്ങളൊക്കെ എന്ത് ഹിന്ദുവാണ്? നിങ്ങൾ ഹിന്ദു അല്ല. മതേതര കീടം എന്നാണ് ക്ഷേത്ര ഭാരവാഹിയെ വിളിക്കുന്നുള്ളത്. വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുക. എന്നിട്ട് ഇതേ വീഡിയോ ഇവരുടെ പേജിൽ ഇവർ ഷെയർ ചെയ്യുക. എന്താ പറയുന്നത്? മതേതര കീടമായിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിങ്ങളെ പറഞ്ഞപ്പോൾ നോവുന്നത് കണ്ടില്ലേ? ഹിന്ദുവിന് നോവുന്നത് കണ്ടില്ലേ? ഇയാളൊക്കെ ഒരു ക്ഷേത്ര ഭാരവാഹിയായി നിൽക്കേണ്ട ആളാണോ എന്നുള്ളതാണ് ഇവരുടെ ഒഫീഷ്യൽ പേജ് ഷെയർ ചെയ്യുന്നുള്ളത്. വലിയ എന്തോ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെയും അവിടെയുള്ള മുസ്ലിങ്ങളെയും ഒക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ഈ രാധാ സെംവാൽ ധോണി എന്നൊക്കെ പറയുന്ന ആള്. അപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള ചിന്തകളാണ് അവരുടേത്. പക്ഷെ അവരെ പിടിച്ചു കെട്ടാൻ, അവരെ പിടിച്ചിട്ട് അകത്തിടാനൊന്നും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ധീരമായിട്ടുള്ള നിലപാടുകൾ വെച്ച് പുലർത്തുന്ന, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ മതവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഇതുപോലെയുള്ള ക്ഷേത്ര ഭാരവാഹികളുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. ആൺകുട്ടികളായിട്ടുള്ള ആളുകളുള്ള നാടാണ് ഇന്ത്യ. അവരൊക്കെയാണ് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സംരക്ഷകർ. അവരൊക്കെയാണ് യഥാർത്ഥ ഹൈന്ദവർ. ഇവരൊക്കെ ഇന്ന് ഈ പറയപ്പെടുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അവർക്ക് ഈ രാജ്യത്ത് ഒരു വിഭാഗത്തിന്റെ ശ്രദ്ധ പിടിച്ചു കിട്ടണമെന്നുണ്ട് എങ്കിൽ വർഗീയത പറയലല്ലാതെ വേറെ വഴിയില്ല. പച്ച വർഗീയത പറയലല്ലാതെ ഇവർ ശ്രദ്ധിക്കപ്പെട്ടില്ല. വിദ്യാഭ്യാസ നേട്ടങ്ങളെ കുറിച്ചിട്ടും മനുഷ്യന്മാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ശ്രദ്ധിക്കത്തില്ല എന്ന് ഇവർക്കറിയാം. കാരണം ഇവർക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ അറിയില്ല. ഇതാകുമ്പോൾ എന്തു വേണ്ടല്ലോ, മതം മതം എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ കാര്യം സിമ്പിളാണ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ മതം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. അപ്പൊ പെട്ടെന്ന് അങ്ങ് കയറിക്കോളും. മതം തലക്ക് പിടിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇവരെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് ശ്രമിക്കുന്ന ആളുകളാണ് രാധാ സെംവാൽ ധോണിയെ പോലെയുള്ള ആളുകളൊക്കെ. ഇപ്പൊ വലിയ ആക്രമണങ്ങൾ ഉത്തരേന്ത്യൻ മണ്ണിൽ അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ നിയമപരമായിട്ട് പൂട്ടിയില്ല എങ്കിൽ നമ്മുടെ നാട് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകും. ധീരമായ നിലപാടെടുത്ത ആ ക്ഷേത്ര ഭാരവാഹികളെ പോലും പച്ചക്ക് തെറി വിളിക്കുന്ന രീതിയിൽ, വിദ്വേഷപരമായിട്ടുള്ള രീതിയിൽ അവരെ എതിർക്കുകയും ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ പറയപ്പെടുന്ന ആളുകൾക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു പരിധിവരെ അവർ വിജയിക്കുന്നുണ്ട്. ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പറയപ്പെടുന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് പിന്തുണ കൊടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഈ പറയപ്പെടുന്ന ക്ഷേത്ര ഭാരവാഹികളെ തെറി വിളിക്കുകയും അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകളും മോശമായിട്ടുള്ള പ്രചരണങ്ങളും നടത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഉത്തരാഖണ്ഡിൽ നിന്ന് വരിക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാ ക്ഷേത്ര ഭാരവാഹികൾക്കും എല്ലാ ക്ഷേത്രങ്ങളിലെ സ്വാമിമാരും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഏതെങ്കിലും രീതിയിൽ വേട്ടയാടുമോ എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ആരുടെ ഈ രാജ്യത്തെ ഭൂരിഭാഗം ഹൈന്ദവ മതവിശ്വാസികളും മതേതരത്വത്തോട് കുറുപുലർത്തുന്ന ആളുകളാണ്. അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വരുന്ന ഒരു ചെറിയ ശതമാനത്തിലുള്ള ആളുകൾ അവര് പടർത്തിവിടുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങൾ അതിനെങ്ങാനും എതിർത്തു കഴിഞ്ഞാൽ ആ എതിർക്കുന്ന ആളുകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുക, അവരെ വേട്ടയാടുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അതിനെതിർത്തൊരു മനുഷ്യനെതിരെ ഇവര് കീടം എന്നാണ് വിളിക്കുന്നത്. മതേതര കീടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ക്ഷേത്ര ഭാരവാഹിയെ അഭിസംബോധന ചെയ്യുന്നത്. അത്രമേൽ അപകടകാരിയാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ അവർക്ക് ഭയമുള്ളതുകൊണ്ടാണ്. അവർ പ്രതികരിക്കാനായിട്ടല്ല, അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു അവസരം കിട്ടുമ്പോൾ പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ ക്ഷേത്ര ഭാരവാഹികളെ കുറിച്ചിട്ട് എനിക്ക് പറയാം. എന്തായാലും ബിഗ് സല്യൂട്ട്. ഇവരാണ് നമ്മുടെ സഹോദരന്മാർ. ഈ രാജ്യം നിലനിൽക്കാൻ, ഈ രാജ്യത്ത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒക്കെ സിഖുകാരനും എല്ലാവരും, മതമുള്ളവരും മതമില്ലാത്തവനൊക്കെ തോളോട് തോട് ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ക്ഷേത്ര ഭാരവാഹികൾക്ക് ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.